ഓക്കെ കേസ്, അപ്പൊ രാവിലെ തന്നെ എന്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ നേരെ പോസ്റ്റിങ്ങിന് പോവാണ്. ഇന്റർവ്യൂവിൽ ഒരു മാംഗോ ഷേക്കും കുടിച്ച് ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞു. എന്നെ പോലത്തെ ഒരു ഭാവി തലമുറക്ക് ആവശ്യം നടന്നുകൊണ്ട് തന്നെ ഇന്ത്യ റെയിൽവേ അത്രയ്ക്ക് സേഫ്റ്റിയിലാണ് ഓരോ ട്രെയിനും വിട്ടേക്കുന്നത്. അങ്ങനെ നാട്ടിലെത്തിയ നമുക്ക് ഇന്നൊരു കുടിയലും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ചൂടാണ്ട് ഫാൻ്റെ താഴെ നമ്മൾ അവിടെ ഇരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഹാൻഡ്രൂട്ടിന് ഭയങ്കര വാശി ഇന്നെ ഒരു പുതിയ ബൂട്ട് വാങ്ങണം. കുഴപ്പമൊന്നുമില്ലെങ്കിലും ഈ ബാക്കിന്റെ ടയർ ഊരിയിട്ട് കാണുമ്പോൾ എന്തോ രാവിലെ ആദ്യം മനസ്സിൽ അങ്ങോട്ട് വരുന്നുണ്ട്. പുതിയ ടയറിന്റെ ഏജ് എങ്ങനെ കണ്ടുപിടിക്കലും ഞാൻ പറഞ്ഞ ഈ ഫസ്റ്റത്തെ രണ്ടൊക്കെ ആഴ്ചയും ബാക്കി രണ്ടെണ്ണം ഇയറും കൂടിയാണ്. ചടപടി അങ്ങനെ ടയറും മാറ്റി നമ്മളങ്ങനെ സിയറ്റിന്റെ ടയറാണെന്ന് ഇട്ടിട്ടുണ്ടായത്. പക്ഷെ പണി എന്ന് പറയുന്നത് ഈ ഒരു തുള കണ്ടുപിടിക്കണം. കഷ്ടപ്പെട്ട് ലാസ്റ്റ് ബാക്കി തുളയും കിട്ടി നമ്മൾ അങ്ങനെ ചൂടുള്ള നോട്ടും കൊടുത്തു. അങ്ങനെ വീട്ടിലെത്തിട്ട് കാര്യമായ ഒരു മാംഗോ ഷേക്കും കൂടി ഞാൻ തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്കിയോണ്ട് പറയല്ല, സംഗതി പൊളിച്ച് തിമിർത്ത് കലക്കിയിട്ടുണ്ടായിരുന്നു സാധനം. അങ്ങനെ ചായ കുടിക്കാൻ പോകുന്നവരുടെ കുറച്ച് ബുദ്ധിയില്ലാത്ത ടീംസിനെയും കൂട്ടി ചായ കുടിക്കാൻ പോയിട്ട് ഞാൻ കഴിഞ്ഞ അവസ്ഥയാണ് ഈ കാണുന്നത്. നമ്മൾ പുതിയ ഫ്യൂഷൻ ട്രൈ ചെയ്തോട്ടെ. അതായത് ലേസ്, ലൈം കോൺ, അതിലൂടെ കുറച്ച് മസാല പറയൂ. കഴിച്ചെല്ലാരും ഒറ്റ സ്വരത്തിൽ എല്ലാ സാധനത്തിനും നല്ല രീതിക്ക് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻ കണ്ടാൽ ഞാനൊന്നും പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഒരു ചാലഞ്ച് കൂടി പറഞ്ഞേ. ഇതിന്റെ പേരെന്ത് നമുക്കൊന്നും അറിയില്ല, പക്ഷെ തിരിച്ചിട്ട് കുപ്പി നേരെ എടുത്തിക്കണം. അതാണ് ചാലഞ്ച്. ഞാൻ ഇത്ര ഒരു വെറുതെ അഭിനയിച്ചിട്ട് വെറുതെ തായിട്ടാന്ന് ഇവർക്ക് പറഞ്ഞ് മനസ്സിലായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ എന്നെ ജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും നിർത്തിച്ചിട്ടും യോ മാത്രം എന്ത് ഗതിയാണ് പഠിച്ചോനെ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പുറക്കേക്കുവാണ്. അപ്പൊ ഓക്കെ, ബൈ.